ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ ഏറ്റവും പുതിയ 2025 വാഗണാർ VXI വേരിയന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ വാഗണാറിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വണ്ടി ഇറങ്ങിയ സമയം മുതൽ ഇന്ന് വരെ അത്യാവശ്യം റോഡുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണ്. അത്രത്തോളം സെയിൽ കൈവരിക്കുന്ന വണ്ടിയാണ് വാഗണാർ. ഞാൻ ഈ മൈക്ക് കൈ പിടിച്ച് പറയുന്നതിന്റെ കാരണം ഇവിടെ വെച്ച് പറയുമ്പോൾ അത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി കിട്ടത്തില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് വരുവാണെങ്കിൽ വാഗണാർ VXI എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ വേരിയന്റിനെ പറ്റി പറയുകയാണെങ്കിൽ LXIയുടെ അതായത് ബേസ് മോഡലിന്റെ തൊട്ട് മേലത്തെ വേരിയന്റ് ആണ് VXI. ഇത് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ എല്ലാം ഡീസെന്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ബേസ് മോഡലാണ്, പ്രത്യേകിച്ച് പെട്ടെന്ന് കണ്ടാലൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും സെൻട്രലിൽ നമ്മുടെ ലോഗോ ക്രോം എലമെന്റിലും ഇവിടെ ഒരു ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റൈൽ കാണുന്നുണ്ട്. നമ്പർ പ്ലേറ്റിന്റെ ഫേസ് പ്ലേസ്മെന്റ് ഇവിടെയാണ് വരുന്നത്. എയർ ഡാം ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും മാറ്റ് ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നുമില്ല. ആ സെയിം കളർ തന്നെ താഴെ സ്കിറ്റ് പ്ലേറ്റിലും കൊടുത്തിട്ടുണ്ട്. ബോണറ്റ് സാധാ അളവിലുള്ളൊരു ബോണറ്റും, അതുകൊണ്ട് ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ സാധാ നോർമൽ ഹാലജൻ ടൈപ്പ് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ നോർമൽ ഇൻഡിക്കേറ്റേഴ്സും സെയിം പൊസിഷൻ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിലേക്ക് വരുവാണെങ്കിൽ VXI എന്ന സെക്കൻഡ് വേരിയന്റിലേക്ക് നമുക്ക് ഫോഗ് ലാമ്പ് അവൈലബിൾ അല്ല. അത് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റോ അല്ലെങ്കിൽ ആക്സറീസ് ആയിട്ടോ ഷോറൂമിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ വാഗണാറിന്റെ കാര്യം ഞാൻ വണ്ടി കാണിച്ചു കൂടുതൽ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. നമ്മൾ ഡെയിലി ഒരു വട്ടം റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും നമുക്ക് വാഹനം കാണാൻ സാധിക്കും. പിന്നെ ഗ്ലാസ് ഏരിയയിലേക്ക് വരുവാണെങ്കിലും വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ, വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. VXI വേരിയന്റിനകത്ത് ഇവിടെ ഒരു ആന്റിന പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആന്റിനയുടെ ഔട്ട്ലെറ്റ് ഷാർഫിൻ എന്തുകൊണ്ടല്ല, നോർമൽ ആന്റിനയാണ്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഫെൻഡറിലാണ് തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഫെൻഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ടയറിലേക്ക് വരുവാണെങ്കിൽ 14 ഇഞ്ച് വീലാണ്, അലോയ് വീലും കാര്യങ്ങളൊന്നുമല്ല, VXI വേരിയന്റ് ആണ്. സോ 14 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിററിലേക്ക് വരുവാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ മിററാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് വൈറ്റ് കളറിൽ തന്നെ, ബോഡി കളറിൽ തന്നെയാണ് വണ്ടിയുടെ ഹാൻഡിലായാലും ഈ പോർഷൻ ആയാലും എല്ലാം കൊടുത്തിരിക്കുന്നത്. വൈഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നുമില്ല. ഇത് കീ അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു നോബാണ് കാണുന്നത്. ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഗണറിലും കാണുന്ന രീതി തന്നെ. നമ്മൾ റൈറ്റ് സൈഡിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഫ്യൂവൽ ലിഡ് ഓപ്പണിംഗ് വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ ഒരു 1000cc എഞ്ചിനാണ് വരുന്നത്. എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എഞ്ചിൻ ബേ തുറക്കുമ്പോൾ കാണിച്ചു തരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഡിക്കി സ്പേസ് വരുന്നത്. വാഗണർ എന്നുള്ളൊരു ക്രോം എലമെന്റിൽ ബാഡ്ജിങ് കാണിക്കുന്നുണ്ട്. വണ്ടിയുടെ ലുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. സുസുക്കിയുടെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പിന്റെ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും എനിക്ക് പേഴ്സണലി ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഇവിടെ വലിയൊരു ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, നമ്മുടെ റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ടെയിൽ ലാമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഗണറിന്റെ എക്സ്റ്റീരിയർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് വാഗണർ പുറത്തിറക്കുന്നത്. അത് ബേസ് മോഡൽ തൊട്ട് ടോപ്പ് എൻഡ് വരെ പല പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ സെയിം മോഡൽ VXIയുടെ പ്രൈസ് ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വാല്യൂ ഫോർ മണി ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എക്സ്റ്റീരിയർ ലുക്കിനകത്ത് VXI എന്ന വേരിയന്റിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാരുതി. പിന്നെ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അകത്തേക്ക് ഇന്റീരിയറിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡോറിലേക്ക് വരുവാണെങ്കിൽ ഒരു 4 ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. അതിൽ ഡ്രൈവർ സൈഡ് ഓട്ടോ ഡൗൺ അപ്പ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇത് ലോക്ക് അൺലോക്ക് ബട്ടൺ, ഇത് വിൻഡോ കട്ട് ഓഫ് സ്വിച്ച്. ഇത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ORVM ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലൊക്കെ നല്ല സിൽവർ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ അല്ലാതെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ സാധാ മറ്റേ ലെതർ ഫിനിഷ് ഒന്നുമല്ല, സാധാ ഒരു ഹാർഡ് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഡോർ ഫ്ലാപ്പ് ഫുള്ള്. പിന്നെ ഇന്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ ട്രാക്ഷൻ്റെ സ്വിച്ച് കാണുന്നത്. ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒരു ഫംഗ്ഷന്റെ സ്വിച്ചാണ് കാണുന്നത്. AC വെന്റ്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വരുവാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഒന്നും അല്ല. അത് ഈ VXI എന്ന സെക്കൻഡ് വേരിയന്റ് ആണല്ലോ, അതിന്റെ ആവശ്യമില്ല. കൊച്ചൊരു വണ്ടിയാണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഒന്നും അല്ല. ഇവിടെയാണ് ഫ്യൂവൽ ലിഡിന്റെ ഓപ്പണിംഗ് വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ വരുവാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. സ്മാർട്ട് കീ ഒന്നും അല്ല, എങ്കിലും സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മുടെ ക്ലസ്റ്റർ ഒന്ന് ഓൺ ആയി കാണിക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് ക്ലസ്റ്റർ വരുന്നത്. ക്ലസ്റ്റർ ഡിസൈൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. RPM മീറ്റർ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല.
ഒരു സെക്കൻഡ് ബേസ് മോഡൽ വണ്ടിയാണല്ലോ. സോ അതൊന്നും ആ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇവിടെ ആയിട്ടാണ് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഓട്ടോ ഹെഡ്ലാമ്പ് ഒന്നും അവൈലബിൾ അല്ല. വൈപ്പേഴ്സിന്റെ കൺട്രോൾ എല്ലാം ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് വരുന്നത്, സാധാ മാരുതിയുടെ വണ്ടികൾ കണ്ടതുപോലെ തന്നെ. പിന്നീട് AC വെൻസിലേക്ക് വരുവാണെങ്കിൽ റോഡിൽ പറഞ്ഞത് തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രലിലേക്ക് വരുവാണെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ടച്ച് സ്ക്രീൻ ഒന്നുമല്ല, ബട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് VXi വേരിയന്റിൽ അവൈലബിൾ ആണ്. മുകളിലേക്ക് വരുവാണെങ്കിൽ IRVM ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ് അവൈലബിൾ ആണ്. ലൈറ്റ് അവൈലബിൾ ആണ്. വൈസേഴ്സ് നോക്കുമ്പോൾ എന്താ പറയുക, മിറർ കൊടുത്തിട്ടുണ്ട്, മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ 2 കളർ എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ടച്ച്, ഒരു പ്രീമിയം ലുക്കൊക്കെ ഈ വണ്ടിയുടെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ ഫ്ലാപ്പിന്റെ ഓൾറെഡി പറഞ്ഞല്ലോ, 4 ഡോർ പവർ വിൻഡോ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നുമില്ല. ഗിയർ AC വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് എന്നുള്ള മാനുവൽ AC ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിയർ ബോക്സിന്റെ ലിവർ ആണ് ഈ കാണുന്നത്. ഹാൻഡ് ബ്രേക്കിന്റെ ഡിസൈനും ഒരു നോർമൽ ഹാൻഡ് ബ്രേക്കിന്റെ ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിന്റെ കാര്യങ്ങൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ, മറ്റേ എന്താ പറയുക, ഹെഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ സീറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളും. AC വെൻസും അത്യാവശ്യം, AC വെൻസിന്റെ കാര്യം പറയാൻ വിട്ടുപോയി, അത്യാവശ്യം വലുപ്പത്തോടെ തന്നെ, അതായത് വണ്ടിക്ക് അനുസരിച്ചൊരു വലുപ്പത്തോടെ തന്നെയാണ് AC വെൻസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തീരെ നോർമൽ ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡും സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു നമ്മുടെ ചാർജിങ് സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇന്റീരിയർ കാര്യങ്ങളൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഫോർ മണി വെഹിക്കിൾ ആണെന്ന് നമുക്ക് പറയാം, പ്രത്യേകിച്ച് VXi വേരിയന്റ്. ഈ വേരിയന്റിന്റെ പ്രൈസ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 6,09,500 ആണ്. ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ്, VXiയുടെ എക്സ്ഷോറൂം പ്രൈസ് ആണ് ഈ പറഞ്ഞത്. ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഉടനെ പറയാം. ഇനി റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് റിയർ സൈഡ് ഡോർ ഡിസൈൻ ഒക്കെ വരുന്നത്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ അവൈലബിൾ ആണ്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിൽവർ ഫിനിഷിൽ ഡോർ ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അകത്തേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ഈ സീറ്റിന്റെ ഹൈറ്റ് അനുസരിച്ചാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഗണാറിന്റെ ഹൈലൈറ്റ് തന്നെ അതാണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഡാഷ്ബോർഡ് ഡിസൈൻ തീരെ തരിക്കേടില്ലാത്ത ഡിസൈൻ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല, ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. പാർസൽ ട്രേ അവൈലബിൾ ആണ്. റിയറിലേക്ക് നോക്കുമ്പോഴും അത്യാവശ്യം വ്യൂവും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. സീറ്റ് ബെൽറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സേഫ്റ്റി ഫീച്ചർ ആണല്ലോ, അതിപ്പോൾ എല്ലാത്തിലും ഉണ്ടല്ലോ, എങ്കിലും എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു ഗ്രാഫ് ഹാൻഡിലൊക്കെ ഇവിടെ 3 സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ വാഗണറിന്റെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് പറയാൻ. അപ്പോൾ എക്സ്റ്റീരിയറും ഇന്റീരിയറും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് എൻജിൻ ബേയിലേക്ക് ഒന്ന് പോകാം. എൻജിൻ ബേയിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി ഈ വാഗണറിന് 2 ടൈപ്പ് എഞ്ചിൻ, അതായത് ഓൾ ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ 1.2 ലിറ്റർ എഞ്ചിനും അവൈലബിൾ ആണ്. VXi എന്ന വേരിയന്റിനകത്ത് നമുക്ക് 1 ലിറ്റർ എഞ്ചിനെ അവൈലബിൾ ആയിട്ടുള്ളൂ. 1000 cc. അതുപോലെ തന്നെ 3 സിലിണ്ടർ എഞ്ചിനാണ്. 65 bhp പവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് ഈ വണ്ടി ക്ലെയിം ചെയ്യുന്നുണ്ട്. ഏകദേശം 24 km/ലിറ്റർ മൈലേജ് ഈ വണ്ടി ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ മാരുതിയുടെ എഞ്ചിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കണ്ടല്ലോ. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്, നല്ല മൈലേജ് തരുന്ന എഞ്ചിനാണ്. വേറെ എഞ്ചിൻ ബേയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, ഏറ്റവും ചെറിയ രീതിയിലാണ് നമ്മൾ എഞ്ചിൻ ബേയും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കണ്ടില്ലേ, എഞ്ചിനൊക്കെ ഏകദേശം ആ ഒരു പാർട്ടൊക്കെ അകത്തോട്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അത് ഏറ്റവും ചെറുതായതൊന്ന് നമുക്ക് ഓടിക്കാൻ അത്രയും സേഫും ആയിരിക്കും, അത്രയും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഞ്ചിൻ ബേയുടെ കാര്യങ്ങൾ. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇതിനകത്തൊരു ബോക്സ് ഇരിപ്പുണ്ട്. അത്യാവശ്യം വലിയ ബോക്സ് ആണ്. എങ്കിലും ഇതുപോലുള്ള ഒരു 4-5 ബോക്സ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 340 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് വാഗണറിനകത്ത് സുസുക്കി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണത്. സ്പേസിന്റെ കാര്യത്തിൽ വാഗണർ ഒരു കോംപ്രമൈസും ഒരു കാര്യത്തിലും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വണ്ടികളെല്ലാം കണ്ടു, ഇന്റീരിയറും എക്സ്റ്റീരിയറും എഞ്ചിൻ ബേയും അതുപോലെ കാര്യങ്ങളെല്ലാം കണ്ടു. ഈ വണ്ടിയുടെ പ്രൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരന് തീർച്ചയായും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് വാഗണർ അന്നും ഇന്നും എല്ലാം സുസുക്കി ഇറക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത സെയിം VXi വേരിയന്റ് വണ്ടിക്ക് എക്സ്ഷോറും ഞാൻ ഓൾറെഡി പറഞ്ഞു 6,09,500. തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ 6,09,500 ആണ് ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,26,571.
7,26,571 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. അതിനകത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ ഇത് ഈ വണ്ടി റിവ്യൂ ചെയ്യുന്ന ഇൻഡസ് മോട്ടോഴ്സിലാണ്. അപ്പോൾ ഇവരുടെ ഓഫറും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഏകദേശം അതായത് കോർപ്പറേറ്റർ ഓഫർ, അതുപോലെ എക്സ്ചേഞ്ച് ഓഫർ, ആ കാര്യങ്ങളെല്ലാം കൂടെ വന്ന് ഏകദേശം 71,000 രൂപ ഓഫർ ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ പ്രൈസ് പറഞ്ഞ 7,26,571 നിന്നും 71,000 രൂപയും കൂടെ നമുക്ക് ഈ വണ്ടി ബുക്ക് ചെയ്തതിനു ശേഷം സ്വന്തമാക്കുന്നതിന് മുമ്പായിട്ട് ആ പ്രൈസ് ഡിസ്കൗണ്ടോടെ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൈസ് ആയിരിക്കും നമുക്ക് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. അതിനുവേണ്ടി ഇവിടുത്തെ ഇൻഡസ് മോട്ടോഴ്സിലെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി ഡെലിവറി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നോക്കിക്കോളും. പിന്നെ വേറെന്താ, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എല്ലാവർക്കും എല്ലാ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ദയവേത് ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ദയവേത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഗണാർ VXi വേരിയന്റിന്റെ ടോട്ടൽ റിവ്യൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.